ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കൊരു തരിശു ഭൂമിയിൽ ഒരുപാട് നിറങ്ങൾ കൊയ്യുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണാം. വളരെ സിമ്പിളായിട്ട് ഒട്ടും പണച്ചിലവില്ലാതെ വെറും ഒരു തരിശു ഭൂമിയായി കിടന്ന് ഉപയോഗശൂന്യമായിട്ട് കിടന്ന ഒരു സ്ഥലത്ത് നമുക്കൊരുപാട് വർണ്ണപ്പകിട്ടുണ്ടാക്കാം. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ തരിശു ഭൂമി നന്നായിട്ട് കിളച്ച് മറിച്ചെടുക്കുക. ഒക്കുമെങ്കിൽ കുറച്ചധികം മണ്ണ് പുറത്തുനിന്ന് എവിടെന്നെങ്കിലും കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ വളക്കൂറ് കൂട്ടാൻ വേണ്ടിയിട്ട് ചാണകപ്പൊടി ആഡ് ചെയ്യാം. അപ്പോൾ കഴിവുന്നത്ര വളക്കൂറ് കൂട്ടുക. അപ്പോൾ ഒരുപാട് പൂക്കൾ നമുക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇഷ്ടംപോലെ ചാണകപ്പൊടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സെറ്റിങ്ങിനായിട്ട് കുറച്ച് കലേഡിയം പ്ലാന്റ്സ്, അതും പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതല്ല, നമ്മുടെ തന്നെ പരിസരങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കുറച്ചധികം വർണ്ണങ്ങളുള്ള കലേഡിയം പ്ലാന്റ്സ് കളക്ട് ചെയ്യുക. അപ്പോൾ കോർണറിലും ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ആയിട്ട് കലേഡിയം പ്ലാന്റ്സ് അങ്ങ് നട്ടു കൊടുക്കാം. ഇനി ഫ്രണ്ട് വ്യൂ സെറ്റ് ചെയ്യാൻ എപ്പോഴും നമ്മൾ ഒരുപാട് പൂക്കളുള്ള പ്ലാന്റ്സ് നോക്കണം. അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എല്ലാ സീസണിലും പൂക്കുന്നത് ഇംപേഷ്യൻസ് ആണ്, സാൽവിയ എന്നൊക്കെ പറയുന്ന ഒടിച്ചുകുത്തി. അപ്പോൾ ഇത് പോട്ടിൽ നിന്ന് ഡയറക്റ്റായിട്ട് മാറ്റിയെടുത്തേക്കുന്ന പ്ലാന്റ് ആണ്. അപ്പോൾ അതൊന്ന് ഫുള്ളൊന്ന് ഒടിച്ച് വെക്കുകയാണ്. നന്നായിട്ട് ചാറ്റൽ മഴ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം പിന്നീടുള്ള വ്യൂ കാണിക്കാം. അപ്പോൾ അതേ മഴ കഴിഞ്ഞു, വലിയ തൊളിയൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി സെറ്റ് ചെയ്യുക. അപ്പോൾ കുറച്ച് ഡ്രിഫ്റ്റ് വുഡൊക്കെ നമ്മൾ കളക്ട് ചെയ്യുക, അതൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക. കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്കിവിടെ വെക്കാൻ വാണ്ടറിങ് ജൂ ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നീട് ഞാൻ അതിൻ്റെ മറ്റൊരു കോർണറിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 4 മണി പൂവ് പൂക്കുന്ന ചെടി, അപ്പോൾ അത് നല്ല ബുഷിയായിട്ട് വന്നത് പ്ലാന്റ് വേർപെടുത്തിക്കൊണ്ട് വന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊരു ബോക്സ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തക്കാളിക്കൂടിൻ്റെയൊക്കെ പെട്ടിയില്ലേ, അതിൻ്റെ വേസ്റ്റായിട്ട് കിടന്നത് നമ്മളത് കളക്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ആ കോർണറിൽ സെറ്റ് ചെയ്യുമ്പോൾ ഒരു അട്രാക്റ്റീവ് വ്യൂ പോയിൻ്റ് ആയിരിക്കും അവിടെ. അപ്പോൾ ഇതുപോലുള്ള കുറച്ച് ക്രിയേറ്റീവായിട്ടൊക്കെ സെറ്റ് ചെയ്തെടുക്കാം. ബോക്സ് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് മണ്ണിട്ട് ഉറപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ബാക്കി വന്ന വെട്ടുകല്ലുകൾ, ചുടുകട്ടയുടെ തന്നെ പൊടിഞ്ഞ കല്ലൊക്കെ എടുത്ത് ഒന്ന് ഗാർഡനിലൊന്ന് അലങ്കരിക്കാനായിട്ട് ഒന്ന് ചരിച്ചൊക്കെ വെച്ച് കൊടുക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് സെറ്റിങ്സ് ഐഡിയാസൊക്കെ ഐഡിയാപരമായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. ഇനിയിപ്പോൾ വേറൊരു ഐഡിയ തോന്നി. അപ്പോൾ അങ്ങനെ ആയപ്പോൾ വേസ്റ്റായിട്ട് കിട്ടിയിട്ടുള്ള ബാംബൂവിൻ്റെ കട്ടിങ്സ്, ഇതിനകത്ത് ടർട്ടിൽ വൈൻ നടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിപ്പോൾ ടർട്ടിൽ വൈൻ വളർന്നിറങ്ങാൻ ഒരു 3 months എങ്കിലും വേണമല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്ലാന്റ് ചെയ്തിട്ടേക്കാന്ന് കരുതി. അപ്പോൾ പ്ലാന്റ്സ് എത്തി വളരുമ്പോൾ ആ ബോക്സ് കാണാൻ പറ്റാതെ ഫുള്ളായിട്ട് ടർട്ടിൽ വൈൻ കൊണ്ടങ്ങ് കവർ ചെയ്യും. അപ്പോൾ അത് വേറൊരു അട്രാക്റ്റീവ് മെത്തേഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് കുഞ്ഞു കുഞ്ഞു തൈകൾ ഒന്ന് നട്ടു കൊടുക്കുകയാണ്. ഇനി ഒഴിഞ്ഞു കിടക്കുന്ന ഗാർഡൻ സെറ്റ് ചെയ്യുന്നതിൻ്റെ 2 വശത്തായിട്ട് 2 ടയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ടയറിൽ നിറച്ച് മണ്ണും ചാണകപ്പൊടിയും ഈക്വൽ എമൗണ്ടായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ടയറിൽ നടാൻ പറ്റിയ ഏറ്റവും നല്ല പ്ലാന്റ് എന്ന് പറയുന്നത് പത്തുമണിയാണ്. പത്തുമണി ഇല്ലാതെ ഒരു ഗാർഡനും കാണില്ല. അപ്പോൾ അത്രയും ഭംഗിയുള്ള ശരിക്കും പൂക്കുന്ന ചെടിയല്ലേ പത്തുമണി. അപ്പോൾ അതും കൂടെ വെച്ച് കൊടുക്കാമെന്ന് തോന്നി. അപ്പോൾ ഇനിയിപ്പോൾ ഒരു 10 ദിവസത്തിന് ശേഷമുള്ള വ്യൂ കാണിച്ചു തരാം. നല്ല ഭംഗിയായിട്ട് ഇളം വെയിലിൽ ഒരുപാട് പൂക്കളൊക്കെ പൂത്ത് ഇപ്പോൾ ഒരു 10 ദിവസം കൊണ്ട് തന്നെയാണ് ഇത്രയും സെറ്റായിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടാണ് ഗാർഡൻ എല്ലാം ചെയ്തെടുത്തേക്കുന്നത്. ഒരു തരിശു ഭൂമിയിൽ ഇത്രയധികം വർണ്ണങ്ങൾ ചാലിക്കാൻ പറ്റുമെന്ന് ഞാൻ ഇത് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒട്ടും ചിന്തിച്ചതല്ല. അപ്പോൾ ശരിക്ക് ഒരു മൈൻഡ് ബ്ലോയിങ് ആയിട്ടുണ്ട്. ഇംപേഷ്യൻസിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റി കളേഴ്സൊക്കെ ഉണ്ടല്ലേ. ഇപ്പോൾ ഈ ഒരു റോസും റെഡും മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ഉള്ളത് വെച്ച് നമ്മൾ തട്ടിക്കൂട്ടി ഒരു ഗാർഡൻ സെറ്റ് ചെയ്യുക, അതിലാണ് നമ്മുടെ വിജയം. ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടായിട്ട് ഒരു ഭംഗിയില്ലാത്ത ഗാർഡൻ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് കുറച്ച് പ്ലാന്റ്സ് കൊണ്ട് നല്ല വെറൈറ്റി ആയിട്ട് എപ്പോഴും നല്ലൊരു അട്രാക്റ്റീവ് സ്പോട്ട് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ യുണീക്ക് ഐഡിയാസാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് എപ്പോഴും. അപ്പോൾ ഇത് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് ഹാങ്ങിങ് ഗാർഡൻ ആണ്, ഫേൺസിൻ്റെത്. പിന്നെ ഹാങ്ങിങ് കൊക്കെഡമാസ് ആണ്. അപ്പോൾ രണ്ടും ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസാണ്. ഗാർഡനിലെ യുണീക്നെസ് ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം, അതും 0 കോസ്റ്റിൽ.
അങ്ങനെയുള്ളവർ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ വാച്ച് ചെയ്യുക. അപ്പോൾ തുടർന്നും കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. വീണ്ടും കാണാം. പുതിയൊരു പ്ലാൻ ബേസ്ഡ് വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരെ ബൈ ബൈ.